അതുപോലെ വേണ്ടേ? മക്കോണിയാണോ വേണ്ടേ? ഓക്കെ, മക്രോണി റെഡി. പനിയായിട്ടിരിക്കുമ്പോ പല പല മോഹങ്ങളാ കാത്തുക്കുട്ടന്. അപ്പൊ ഇന്ന് മക്രോണി ഉണ്ടാക്കാൻ പോകും. പറഞ്ഞ ശരിയാണേ. പനി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാത്തുക്കുട്ടനെ മക്രോണി കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര മോഹം. എന്നോടാണെങ്കിൽ ഭയങ്കര വാശിയും. മേടിച്ച് ഉണ്ടാക്കി താന്ന് പറഞ്ഞു. പിന്നെ കടയിൽ പോയി ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് മക്രോണി നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഒരു ക്രീമി മക്രോണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഒപ്പം ചേർത്തു. ഇത് രണ്ടും കൂടി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി നമ്മൾ അതിനകത്തോട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് കോൺഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടിയാണ് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പാലും കൂടി അതിനകത്തോട്ട് ചേർത്തു. പാല് ഞാൻ ഇതിനകത്തിട്ട് നന്നായിട്ട് വേവിച്ചാണ് ഇനി പിന്നീട് ചേർക്കുന്നത്. നന്നായിട്ട് അതിനകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് പാല് നല്ലതുപോലെ തിളച്ച് നമ്മുടെ ഇതൊന്ന് കുറുകി ഒരു ക്രീമി ആയി വരുന്നത് വരെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ പാല് നന്നായിട്ട് വെന്തോളും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി നല്ല ക്രീമി ആയിട്ട് നോക്കി. കൂട്ടത്തിൽ ഉപ്പും കൂടെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉപ്പില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ഉപ്പ് നന്നായിട്ട് ചേർത്തു. ഒരുമാതിരി നല്ല കുറുകി ക്രീമി ആയി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി അതിനകത്തോട്ട് ചേർത്തു. നമ്മുടെ ക്രീമിയും മക്രോണിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇറക്കി ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ച് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്തേ. അപ്പം കൂടുതലായിട്ട് കുറുക്കി വരുവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച പാലും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. കാത്തുവൻ ഇങ്ങനെ കുറുക്കിയാണ് ഇരിക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എടുത്തത്. പിന്നീട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അംഗം വെട്ട് തന്നെയായിരുന്നു കേട്ടോ. ചൂടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. അവർക്ക് അന്നേരം തന്നെ വേണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഊതിയൊക്കെ കൊടുത്ത് നോക്കി ആളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. ചൂടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നീട് ചൂട് മാറിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾ വിശാലമായിട്ട് അങ്ങ് കഴിച്ചു തുടങ്ങി കേട്ടോ. കാത്തു മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പോൾ കാത്തുക്കുട്ടനോട് തന്നെ അഭിപ്രായം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവിടെ പറഞ്ഞതോ സൂപ്പറായിരുന്നെന്നാണേ. കാത്തുക്കുട്ടൻ്റെ മുഖം കാരണം എല്ലാവർക്കും ഒന്ന് മക്രോണി തിന്നാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഇന്നത്തെ മക്രോണി കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ വരെയും ബൈ ബൈ.